ഹലോ, ഫോളോ സി ആർ എമ്മിൻ്റെ ഡെമോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് സി ആർ എമ്മിൻ്റെ ഡാഷ്ബോർഡ് ഇവിടെ കാണാൻ കഴിയും. അതിൽ നിന്ന് ഡാഷ്ബോർഡിൽ ലീഡ്സിൻ്റെ ടോട്ടൽ ലിസ്റ്റിംഗ് നമുക്ക് കാണാം. പുതിയ ലീഡ് ആഡ് ചെയ്യാനും മറ്റൊക്കെ നമുക്ക് രണ്ട് ഓപ്ഷൻസാണ് മേലിലുണ്ട്, ഇവിടെ താഴെയും കൊടുത്തിട്ടുണ്ട്. പൈപ്പ് ലൈൻസ് കാണാൻ കഴിയും, അതായത് ന്യൂ കോൺടാക്റ്റ് ഇങ്ങനെ ഈ രീതിയിലേക്കുള്ള പൈപ്പ് ലൈൻസ് കാണാൻ കഴിയും. അവിടെ നമുക്ക് ഓരോ ക്വാളിഫിക്കേഷൻസും നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് മാറ്റാൻ പറ്റുന്നതാണ്. കോൾ ലോഗ്സ്, നമ്മൾ ഒരാളെ കോൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കാണാൻ കഴിയും. വിസിറ്റ് ലോഗ്, നമ്മുടെ ഓഫീസിൽ വന്ന ആളുകളുടെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ കഴിയും. ഫോളോ അപ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലുള്ള ഫോളോ അപ്സാണ് പെൻഡിങ് ഉള്ളതും ടോട്ടൽ ഫോളോ അപ്സും ആവശ്യമുള്ള ഡ്യൂ ആയിട്ടുള്ളതൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും, അത് എക്സ്പോർട്ട് ചെയ്തിട്ട് CSVയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനും കഴിയും. ഇതിൻ്റെ പ്രോഡക്റ്റ് ലിസ്റ്റിങ്ങിന് നമുക്ക് എന്തൊക്കെ പ്രൊഡക്റ്റാണ്, പ്രൊഡക്റ്റിൻ്റെ പ്രൈസിങ് കാര്യങ്ങൾ നമുക്ക് ആഡ് പ്രൊഡക്റ്റിൽ പോയിട്ട് ആഡ് ചെയ്യാം. അതേപോലെ നമ്മുടെ സ്റ്റാറ്റസ്, എന്തൊക്കെ സ്റ്റാറ്റസാണ് ഇപ്പോൾ ഓൾറെഡി ഉള്ളത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. പ്രയോറിറ്റി മാനേജ് ചെയ്യാം, പ്രയോറിറ്റി ലോ, ഹൈ, മീഡിയം അങ്ങനെയുള്ള രീതിയിലേക്കുള്ള പ്രയോറിറ്റി മാനേജ് ചെയ്യാം. സോഴ്സ് നമുക്ക് സെറ്റ് ചെയ്യാം, അതായത് വോക്കിനാണ് വോക്കിൻ, ഫേസ്ബുക്ക് ഏതെങ്കിലും ലീഡ് നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയാണോ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയ അങ്ങനെയുള്ള രീതിയിലേക്ക് ചെയ്യാം. എന്നിട്ട് ക്രിയേറ്റ് സോഴ്സസ് ഇനിയും കൊടുക്കാം. നമ്മുടെ ഓരോ സ്റ്റാഫിൻ്റെയും ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. കൂടാതെ നമുക്ക് സ്പിൻ മോഡ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്പിൻ മോഡ് പർച്ചേസ് ചെയ്യാം. സ്പിൻ മോഡിൽ നമുക്ക് സ്പിൻ വീൽ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അടുത്ത വീഡിയോയിൽ സ്പിൻ വീൽ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിക്കാം. സ്പിൻ വീലിൻ്റെ ഒരു മോഡ് ഇങ്ങനെയാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇതിൽ നമുക്ക് മാസ്റ്ററിൽ പോയിട്ട് സ്പിൻ വീൽ സെറ്റപ്പ് ചെയ്യാം. സ്പിൻ വീലിൻ്റെ ഓരോ രീതിയിലും മാറ്റങ്ങൾ വരുത്താം. അതിൻ്റെ കളർ കോഡ് നമുക്ക് ചൂസ് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് കളർ, ടെക്സ്റ്റ് കളറൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓരോ സ്പിൻ വീലിലും നമുക്ക് എന്താണ് നമുക്കൊരു സ്ലൈസിൽ കൊടുക്കേണ്ടത്. ഇപ്പോൾ കോഫി കപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ള സ്ലൈസ് കൊണ്ടിൽ, അതായത് ഇവിടെ കോഫി കപ്പാണ് കാണിക്കുക. അങ്ങനെ അത് വിൻ പ്രോബബിലിറ്റി നമുക്ക് സെറ്റ് ചെയ്യാം, യെസ് ഓർ നോ, ട്രെയിലേറ്റർ, തായ്ലൻഡ് ട്രിപ്പ്, അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ നമുക്ക് കൊടുക്കാം, സേവ് ചെയ്യാം. അത് സ്ലൈസസ് എത്ര വേണമെന്ന് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ജനറേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ സ്പിൻ വീൽ URL ജനറേറ്റ് ആയി കിട്ടും. അത് നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനും കഴിയും. പ്രൊഫൈൽ സെറ്റ് ചെയ്യാം. നമ്മൾ സ്പിൻ വീലിൻ്റെ ഒരു ലിങ്ക് കൊടുക്കുന്ന സമയത്ത് അവർക്ക് നമ്മൾ ഒരു ഡീറ്റെയിൽസ് എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. മീൻസ് നമ്മുടെ ഒരു ഡെമോ സ്മോൾ വെബ്സൈറ്റിൻ്റെ വീഡിയോ കൊടുക്കുന്നുണ്ട്. അവിടെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളും കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം. കമ്പനിയുടെ ലോഗോ ഇവിടെ കൊടുക്കാം. റിപ്പീറ്റ് എൻട്രീസ്, അതായത് ഒരു കസ്റ്റമർ 2-3 തവണ വന്നു കഴിഞ്ഞാൽ അവർക്ക് എൻട്രീസ് പെർമിറ്റഡ് ആണോ എന്ന് തന്നെ ചോദിക്കണം. അപ്പോൾ നമുക്കത് മൾട്ടി എൻട്രി അല്ലെങ്കിൽ റിപ്പീറ്റഡ് വിസിറ്റേഴ്സിൻ്റെ ഡാറ്റയിലേക്ക് അത് ആഡ് ചെയ്ത് വരും. പിന്നെ നമ്മുടെ വെബ്സൈറ്റിൽ കലാസൽ ഇമേജ് സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പം നമുക്കൊരു 3 ഒരു കലാസൽ ഉണ്ടാവും. അതുപോലെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആൾക്കാരുടെ റിവ്യൂ കളക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. റിവ്യൂ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഷോ റിവ്യൂ എന്നുള്ളതും റിവ്യൂയുടെ ലിങ്ക് ഏതാ വെച്ചാൽ അതും ഇവിടെ കൊടുക്കാം. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, അതേപോലെ യൂട്യൂബ് ത്രെഡിൻ്റെ URL നമുക്കിവിടെ പ്ലേസ് ചെയ്യാം. അതേപോലെ നമ്മുടെ ഈ ഫോമിൽ ഡിഫോൾട്ടായിട്ട് നമുക്ക് ആൾക്കാരുടെ പേരും മൊബൈൽ നമ്പറും കളക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിനോട് ചേർന്നിട്ട് നമുക്ക് എന്ത് ഡാറ്റ വേണമെങ്കിലും നമുക്ക് കളക്ട് ചെയ്യാം. അതിനിവിടെ എന്താണോ ആ ലേബൽ ഫീൽഡിൽ എന്താണ് പേര് കൊടുക്കുന്നത് അത് കൊടുക്കാം. അതിൻ്റെ ഫോമാറ്റ് ടെക്സ്റ്റ് ആണ് ടെക്സ്റ്റ്, ഡേറ്റ് ആണ് ഡേറ്റ്. ചിലപ്പോൾ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ആണോ വേണ്ടത് വെച്ചാൽ അത്, അല്ലെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് പർച്ചേസ് ആണോ വേണ്ടത് വെച്ചാൽ അത്. ആ രീതിയിലേക്ക് നമുക്ക് എന്തായാലും ഡേറ്റിൻ്റെ കാര്യങ്ങളും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ സേവ് ചെയ്താൽ മതിയാവും. ഇതിലും സ്റ്റാഫ് മാനേജ്മെൻറ്റും കാര്യങ്ങളുണ്ട്. ഇവിടുന്ന് CRMലേക്ക് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയാണ് നമ്മുടെ ഫോളോ CRMൻ്റെ ഡാറ്റ. സോ ഇതൊരു പവർഫുൾ ടൂളാണ്. നിങ്ങൾക്ക് CRM ചെയ്തും അതേപോലെ സ്പിൻ വീൽ ചെയ്തും നിങ്ങളുടെ കസ്റ്റമറുടെ ബിസിനസ് കസ്റ്റമർ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യാൻ കഴിയുന്നത്.